അഭിപ്രായം പറയാൻ നിങ്ങളാണ് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ മൂവിയാണ്. ആക്ച്വലി ഹീറോയെ സിംചാറിനാണല്ലോ പ്രീതിയാണല്ലോ ഒക്കെ നന്നായിട്ട് എന്നോട് ഡയറക്ടർ പറഞ്ഞു അതിനെ ഒരിക്കലും പോയ ക്യാരക്ടറാണ്. അതിനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ശരിയാണ്. നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു മദ്യപാനി എങ്ങനെയൊക്കെ ഈ നിലയ്ക്കാവുന്നതിന് വളരെ വ്യക്തമായിട്ടും പല സിനിമകളും നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെന്തോ ഒരു പ്രത്യേക ഒരു ഫീലുള്ള പോലെ ഫാമിലി ലൈഫ് എങ്ങനെ തകർന്നു തിരിച്ചു പിടിക്കാം എന്നുള്ള മെസ്സേജ് കണ്ണ് നിറഞ്ഞൊഴിയൊരു സിനിമയായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവൻ്റെ ഒരു പ്രകൃതിയാണ് അല്ല പല നമ്മുടെ യുവാക്കളായിട്ടുള്ള പലരുടെയും പ്രകൃതിയാണ് ജീവൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. ഓരോ ഘട്ടങ്ങളും നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മൾ ചെയ്തില്ല. ഇനി അഭിപ്രായം പറയേണ്ടത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. ജീവൻ കണ്ടു. ഒരു ഫാമിലി ഇമോഷണൽ സബ്ജക്റ്റാണ്. ഫീൽ ഗുഡ്. അപ്പോൾ ഇത് മദ്യപാനത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. മദ്യം കുടിക്കുന്നതല്ല, പക്ഷെ അതിനെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്ര സുരക്ഷിതരമല്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മളും ഒരുപാട് കാര്യത്തിൽ അഡിക്റ്റാകും. പക്ഷെ അഡിക്റ്റാകുന്ന കാര്യങ്ങൾ ലൈഫിൽ ലോകം കൊണ്ടുവന്ന ഞാൻ നല്ല എന്ന ബസ്സുകളുടെ സ്റ്റോറിയാണ്. സിനു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രീതി ചേച്ചി പിന്നെ ഇപ്പോൾ പോയാണ്. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ നടിമാരെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയും പിന്നെ ജീവിതബന്ധമായിട്ടുള്ള ഫാമിലി സബ്ജക്റ്റാണ്. ഇത് കൽക്കുടിയന്മാർക്കുള്ളൊരു ബസ്സുകളുടെ സ്റ്റോറിയാണ്. ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകരാണ് തീരുമാനം. മൂവി നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കുന്നത് നല്ലൊരു മോറൽ വാല്യുള്ള ഫാമിലീസ് കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇന്ന കാറ്റഗറി എന്നില്ല, ഫാമിലിയിൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റും. എല്ലാവരും ജീവൻ വന്ന് തിയേറ്ററിൽ കാണണം. ഇതിപ്പോൾ വന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്താ സിനിച്ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അത് കണ്ടാൽ അറിയത്തേയില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ മദ്യത്തിനെതിരെ നമ്മൾ ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. മദ്യപാനം കൊണ്ട് താറുപോയ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ചിലവരെ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതം വരച്ച് കാണിച്ചൊരു മൂവിയാണ്. ഇതിൽ നായകനായിട്ട് എത്തിയ ഒരു ക്യാമറമാനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷം ഒരു അവാർഡ് ഫിലിമിലെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു ചെറിയ സീൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മദ്യപിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്ന് മൂത്രമൊഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു. പിന്നെ അതുപോലെ നായികയായിട്ട് എത്തിയ അപ്പ എന്ന തമിഴ് സിനിമയിലെ നായികയാണ് ഈ പടത്തിലും നായികയായിട്ട് വന്നത്. ഡയറക്ടർ വിനോദേട്ടൻ, ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് പോലത്തെ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച വിനോദേട്ടൻ്റെ നല്ലൊരു മൂവിയാണ്.